ഇന്നത്തെ പരിപാടി ഇന്നൊരു സ്പെഷ്യൽ സംഭവമുണ്ട്. നമ്മളൊരു പുതിയ ക്യാമ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങുന്നുള്ളത്, പക്ഷേ ഓക്കെ. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ വീഡിയോ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. DJയുടെ പോക്കറ്റ് ചെയ്യുന്ന സാധനമാണ്. ഏകദേശം കഴിഞ്ഞു, വാഷിങ്ങിലാണ്. പിന്നെ സ്റ്റേക്കിൻ്റെ അണ്ടർ ബോഡി ലൈറ്റ്സ് ഉണ്ടോ, അണ്ടർ ബോഡി ലൈറ്റ്സ് ഒക്കെ ഉള്ള പരിപാടിയിലാണ്. ഫ്രോൺസിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇന്ന് സെറ്റ് ചെയ്യും. ബാക്കി സാധനങ്ങളെല്ലാം ഇത് ഫിനിഷ് ചെയ്യും. ഇത് എന്ത് പരിപാടി? ആംബ്രസ്റ്റുകളല്ലേ. ആംബ്രസ്റ്റുകൾ കുറേ അധികം നമ്മളെടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഓഫർ ഇടുന്നുണ്ട്. എന്തായാലും നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സാധനം വാങ്ങിയിട്ടാ സെറ്റല്ലേ? അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യേണ്ട എന്തായാലും. പിന്നെ ഇതിൻ്റെ അണ്ടർ ബോഡി ലൈറ്റ് നമ്പറും കാര്യങ്ങളും കണ്ടില്ലേ. പെയിൻറ്റ് സ്പോയിലർ വെച്ചത് ഇത് വണ്ടി പഞ്ചറായിരുന്നു ഇന്നലെ. സ്പോയിലർ കേട്ടോ. ഓക്കെ, വേറെ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനേ ക്യാമറ എടുത്തിട്ടോ. അതേപോലെ തന്നെ കൂളിങ് സ്പെക്ട്രത്തിൻ്റെ എല്ലാ ഇതും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയ എന്താ, പിന്നെ ക്രോസ് ബാറുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ സത്യല്ലേ, ഇത് ബില്ലാണ്. ഞാൻ നാളെ ഈ പൈസ കൊടുക്കൂലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനത് ഓൾറെഡി അൺബോക്സറാണ്, പക്ഷെ എന്നാലും ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓൾറെഡി നമ്മളിത് അൺബോക്സ് ചെയ്തതാണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ഫോണെല്ലാം ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും കൂടി സ്മൂത്താണ്. ഇത് ഓസ്മോൻ്റെ DJI പോക്കറ്റ് 3 എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഏകദേശം ഇത് 2 ഐറ്റം വരുന്നുണ്ട്. ഫുൾ കിറ്റും വരുന്നുണ്ട്, സെമി കിറ്റും വരുന്നുണ്ട്. ഫുൾ കിറ്റ് ആകുമ്പോൾ ഒരു ബാറ്ററിയും ഒരു മൈക്കും അതേപോലെ ഒരു കയറും അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. മറ്റേതാകുമ്പോൾ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു ബാറ്ററിയും കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഐറ്റം. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പൗച്ചിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഉണ്ടോ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളുമാണ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഐഫോണിൻ്റെ കൂടെ സ്റ്റിക്കർ വരില്ലേ, അതേപോലത്തെ ഒരു സ്റ്റിക്കറാണ്. യെസ്, നമുക്ക് വണ്ടിയിലൊക്കെ ഒട്ടിക്കണമെങ്കിലുള്ള ഒരു സ്റ്റിക്കറും കാര്യങ്ങളുമാണ് കേട്ടോ. എന്തായാലും നോക്കുമ്പോൾ വണ്ടി ഒട്ടിക്കാം. പിന്നെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ചെറിയ ബാറ്ററി കണ്ടോ. ഇതൊരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ അതേ മൈക്ക് കണ്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള DJIൻ്റെ മൈക്കാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ DJI. ആദ്യം നമ്മൾ റോഡിൻ്റെ മൈക്ക്, അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ DJIൻ്റെ മൈക്കാണ് രണ്ടാമത് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് മൈക്കിൻ്റെ അതിൻ്റെ ആ മാഗ്നറ്റും ലോക്കും കാര്യങ്ങളുമാണ്. ഓക്കെ, ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഒരു പൗച്ച് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പൗച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈക്കിൻ്റെ ആ എന്താ പറയുക, തോല് പോലത്തെ സാധനം അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ആ ഒരു സാധനം വരുന്നുണ്ട് അതിൻ്റെ കൂടെ. അത് നോയിസ് ക്യാൻസൽ അങ്ങനത്തെ സംഭവം കേട്ടോ, നോയിസ് പുറത്തുനിന്ന്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പവർ കേബിൾ. ഓക്കെ, നമുക്ക് ചാർജ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ആക്കാനും ഒറ്റ കേബിളാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. പിന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കണ്ടോ. ഇത് നമുക്ക് ബാറ്ററി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ബാറ്ററി ഇടാണ്ട് നമുക്ക് സിസ്റ്റം ഓൺ ആവും കേട്ടോ. ബാറ്ററി ഇടാണ്ട് നമുക്ക് സിസ്റ്റം ഓൺ ആവും കണ്ടോ. അതേപോലെ തന്നെ ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പാണ്. ഇതേപോലെ തന്നെ നമുക്ക് പോർട്രേറ്റ് മോഡിലേക്കും ഇത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 മോഡാണുള്ളത്. പിന്നെ നമുക്ക് ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൊട്ടേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററി 2 ബാറ്ററിയാണ് ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ബാറ്ററി കണ്ടോ, ഒരു ബാറ്ററി ഇവിടെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ശേഷമാണ് നമുക്ക് ഈ ഒരു ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിലാവും ഷൂട്ട് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാം. അത്യാവശ്യം റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം എമൗണ്ടും ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ എടുക്കാൻ. ഇതിൻ്റെ റിവ്യൂ അല്ല ശരിക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പെട്ടാണ്, കാരണം ഇന്നലെ മേടിച്ചു. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു കിറ്റിൽ വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം, ഒന്ന് സ്റ്റഡി ചെയ്യാനുണ്ട്. കാരണം ഇതിൻ്റെ പ്രവർത്തന രീതികളെ പറ്റിയൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. കാരണം നമ്മൾ മേടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും നമ്മൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതുപോലെ സിവിക്കിൻ്റെ ബോഡി ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലടാ. അപ്പോൾ ഈ ഒരു സ്പോയിലർ കേട്ടോ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാനുള്ള നമ്മളെ ഫോൺസിന് ഈ ഒരു ലുക്കിലാണ് ഇത് ഉണ്ടാവുക.
ഉണ്ടല്ലോ. അപ്പോൾ ക്യാപ്പ് വെക്കട്ടെ നമ്മളെ ഫൈനലി നമ്മളെ ഒരു അപ്പോൾ നമ്മളിതിൻ്റെ സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബമ്പറും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ കയറ്റും. ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ കേട്ടോ. ഈ ഫ്രോൺസ് എന്നുള്ള ഒരു ബാഡ്ജ് നമ്മൾ കളയും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രോൺസിൻ്റെ റിയർ ബമ്പർ കയറ്റി നമ്മൾ ഈ പോർഷൻ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചത്ത് കാണിച്ചു തരാം നമ്മൾ ഷോപ്പിലുള്ള. അപ്പോൾ ഈ DRL വെച്ചിട്ടുണ്ട് കേട്ടോ. DRL നമുക്ക് ഫസ്റ്റിൽ പാർക്ക് ഉണ്ട്, അതേപോലെ പിന്നെ ബ്രേക്ക്, അതുപോലെ ഇൻഡിക്കേറ്റർ, നമുക്ക് 3 ഫംഗ്ഷനാണ് വരുന്നത്. കണ്ടല്ലോ 3 ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ലോഗോ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് ചെയ്തിട്ട് ഒട്ടിക്കണം. പിന്നെ സ്പോയിലർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രില്ലും കാര്യം ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിപ്പും കൂടെ വെക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രണ്ടാണ് ഹോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതാ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോ നമ്മളാ ഒരു ഗ്ലോസി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അടിയിലെ പോർഷൻ നമ്മൾ ആ ഒരു ബോഡി കളറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ സീറ്റിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻറ്റീരിയർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. പാർക്ക് ബ്രേക്ക് കംപ്ലൈൻ്റ് ഒക്കെ ശരിയാക്കി. അതുപോലെ ഇപ്പോൾ ലോ ബീമിൻ്റെ ഇവിടെ ബൾബിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അത് റെഡിയാക്കുകയാണ്. അപ്പോൾ ലൈറ്റ് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിവിടെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തു. അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ബ്ലാക്കിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് സീറ്റ്. ഓക്കെ, സോറി, അപ്പോൾ ബാക്ക് സീറ്റാണ് കേട്ടത്. ഓക്കെ, ഇനി നമുക്ക് വീൽ കപ്പിടാനുണ്ട്. അതേപോലെ തന്നെ ഫ്രോൺസിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഡിക്രോമും കാര്യങ്ങളും കണ്ടോ. വണ്ടി ഒന്നും കൂടെ ലുക്കായി ആ സിൽവർ പോർഷൻ നിന്നിട്ട്. അതുപോലെ ബാറ്റ്മാൻ്റെ കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വർക്ക്സ് നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അതിൻ്റെ അലോയ്സ് എത്താനുണ്ട്. അപ്പോൾ നിലവിലിപ്പുള്ള വർക്ക് തീർത്ത് വെച്ചു. അപ്പോൾ അലോയ്സും നമ്മൾ അലോയ്സും കൂടി ഇതിൽ ആഡ് ചെയ്യും. വേറെ പിന്നെ ഒരു വർക്കും ഇതിലില്ല. അപ്പോൾ ഏകദേശം ഇന്നത്തെ സമയം കഴിയാറായി, 6:15. പക്ഷെ ഇന്ന് നമുക്ക് ഒരു കിറ്റ് കൊടുക്കാനുണ്ട്. കിറ്റ് പോളോൻ്റെ കുറച്ച് സാധനങ്ങൾ, പോളോൻ്റെ GTI ബോഡി കിറ്റും പിന്നെ ടൈൽ ലാമ്പ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഷോപ്പ് ഒന്നും കൂടി തുറക്കും. ഇപ്പോൾ എന്തായാലും പോവുകയാണ്. ഓക്കെ, ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പോളോൻ്റെ കിറ്റ് നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ റെഡും ഉണ്ട് കേട്ടോ. ഇത് റെഡ് സ്മോക്കർ പറഞ്ഞത് റെഡ് ഉണ്ട്. ആ വൈറ്റാണ് രസമുണ്ടാവും. ഓക്കെ, ഇഞ്ചറ്റായിക്കോ. ക്രാക്കൊന്നുമില്ലല്ലോ. ഒന്ന് ഇതിൻ്റെ വക്കൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ക്രാക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള മറ്റൊന്ന് കാണിച്ചു കൊടുക്കട്ടോ. അതിലിപ്പോൾ നമ്മൾ കിറ്റ് സെറ്റ് ചെയ്തു കേട്ടോ. കിറ്റ് ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പർ സെറ്റ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ സ്പോയിലറല്ലേ, സ്പോയിലർ വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ടൈലാമ്പും പിന്നെന്താണെങ്കിലും ഷോർട്ട് ടിപ്പ് ചിലപ്പോൾ വേണ്ടി വരില്ലേ. ടൈലാമ്പും ഷോർട്ട് ടിപ്പും നോക്കുന്നേ. പിന്നെ ഇതിലേക്ക് ഇതാ ഷോർട്ട് ടിപ്പുള്ള കേട്ടോ. അക്രബോയ്ക്കിൻ്റെ ഷോർട്ട് ടിപ്പ് നമ്മളെടുത്ത് ഡോയിൽ കാർബൺ ഉണ്ട്, ഫോർജഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഫോർജഡ് ഇപ്പം 4 ഇഞ്ചിൽ ഫോർജഡ് റെഡും ബ്ലൂ ഉണ്ട്. പിന്നെ കാർബണ് 3 ഇഞ്ചിലുണ്ട്. അതുപോലെ 4 ഇഞ്ചിലും കാർബൺ ഉണ്ട് കേട്ടോ, അടിയിലുണ്ട്. പിന്നെ സാധാരണ ഇപ്പോൾ പോളൊക്കെ ഡോയിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം പിന്നെ കുറേ സംശയങ്ങൾക്ക് ഇനി ഒന്നും സാധനം കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതാ അവർ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എന്തൊക്കെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.